അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 10 പ്രത്യേകതകളാണ് പറയുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നതും മക്കയിൽ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണല്ലോ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും 63-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ദിവസത്തിലാണല്ലോ വഫാത്തായത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തിങ്കളാഴ്ചയാണ് വഫാത്താകുന്നത്. 4-ാമത്തെ പ്രത്യേകത, ആദ്യമായി പുരുഷന്മാരിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതാണ്. 5-ാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായപ്പോൾ ജനങ്ങൾക്ക് ഇമാമ് നിൽക്കാൻ വേണ്ടി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് എന്നുള്ളതാണ്. 6-ാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ 1-ാം ഖലീഫയായി തിരഞ്ഞെടുത്തത്, ഇസ്ലാമിക ഭരണം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. 7-ാമത്തെ പ്രത്യേകത, ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സ്വർഗത്തിൽ കടക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതാണ്. 8-ാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. 9-ാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ആയിഷ ബീവിയെ വിവാഹം ചെയ്തു എന്നുള്ളതാണ്. 10-ാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എന്നുള്ളതാണ്. ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഇത്രയും വലിയ മഹത്വം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുകൂടെ നമുക്കും കുടുംബത്തിനും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.